ഒരു വൺ ഡേ ട്രിപ്പിന് പോയാലോ? നമ്മൾ കുറച്ച് നാളായി വിചാരിക്കുന്ന ഒരു വൺ ഡേ ട്രിപ്പിന് പോകണമെന്ന്. അങ്ങനെ ഒത്തു വന്നത് ഒരു ഞായറാഴ്ചയാണ്. നമ്മൾ ഒരു ബോട്ട് ഹൗസിൽ പോകാമെന്നാണ് വിചാരിച്ചത്. തലേന്ന് നമ്മൾ ബോട്ടിൻ്റെ അവരെ വിളിച്ച് സംസാരിച്ചു. അപ്പം അവർ വിളിച്ച സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡും ബോട്ടും ആണെങ്കിൽ ഒരാൾക്ക് 1100 രൂപ, പിന്നെ ബോട്ട് മാത്രമാണെങ്കിൽ 2000 രൂപ എന്നാണ് പറഞ്ഞത്. നമ്മൾ 8 പേരടങ്ങിയ ഒരു യാത്ര തുടങ്ങിയത് മാഹി റെയിൽവേ സ്റ്റേഷനിൽ. 6:30 ട്രെയിനിലാണ് നമ്മൾ പോയത്. കൃത്യം 6:00 ട്രെയിന് കയറി ഞങ്ങൾ 8 മണി കഴിഞ്ഞ് കടലുണ്ടിയിലെത്തി. അവിടെ ഒരു റെയിൽ പാളത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്. ഒരു ഭാഗത്ത് നമുക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. ഒരു ഭാഗത്ത് ആ സ്ഥലത്ത് നിന്ന് നടക്കാൻ പറ്റുന്ന ദൂരമേ നമ്മൾ പറഞ്ഞ ബോട്ട് ഹൗസിലെത്താം. നമ്മൾ പോയ സമയം വെള്ളം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ഒരു തോണി പഠിപ്പിക്കലെന്ന് നമ്മളെല്ലാവരും കൂടി എല്ലാവരും കുറച്ചായിട്ട് പഠിച്ചു. വെള്ളത്തിൽ കൂടിയുള്ള സവാരി തുടങ്ങി. പാട്ടും സംസാരവും ഓരോ മരങ്ങളെ പറ്റിയും ചെറിയ വിവരമൊക്കെയായി 8 തരം കണ്ടൽക്കാടുണ്ട്. പക്ഷേ ചെറിയ പക്ഷി സങ്കേതത്തിൽ പക്ഷിയെ പോലും കാണാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കുന്നവരും അതിനിടയിൽ ഇറച്ചി നന്നാകുന്നത് കണ്ടു. നമ്മൾ കുറച്ച് കാണിച്ചു. ഒരു സ്ഥലത്ത് വെള്ളം കുറച്ച് മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ അവിടെ ഇറങ്ങാറുണ്ടത്രേ. ഇപ്പോൾ അവിടെ ഇറങ്ങാറില്ല. എന്തുകൊണ്ട് സമ്മതിക്കാറില്ല. നിറയെ മുഴുവായിരുന്നു പോലും. അവിടെ ഇറങ്ങി നമ്മുടെ കാല് മുഴുവൻ. അപ്പോഴേക്കും നല്ല മഴ വന്നു. നമുക്ക് അവിടെ അധിക നേരം നിൽക്കാൻ പറ്റിയില്ല. അവിടെ കുറച്ച് അപകടകരമാണെന്ന് പറഞ്ഞു. കാറ്റ് ചെറുതായി നമ്മളെ പണി പോലും. എന്താല്ലേ അവിടെ നമുക്ക് എത്ര സമയം വരെ നിൽക്കാൻ പറ്റും? മറ്റു സ്ഥലങ്ങളിൽ അത് പറ്റില്ല. പിന്നെ കായലിൻ്റെ നടുവിൽ ഒരു ചായക്ക് സ്നാക്സ്, അത് നമ്മുടെ ചിലപ്പോൾ തിരിച്ചു വന്ന് എല്ലാവരും നല്ല അടിപൊളിയായി കഴിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു. നല്ല അടിപൊളി. പിന്നെ ബോട്ടിൽ കയറിയുള്ള ആൾക്കാർ ഈ കണ്ടൽക്കാടിനെ പറ്റിയും എല്ലാം വിവരിച്ചു തന്നു. അതിൻ്റെ ഇടയിലാണ് നീർനായിനെ കണ്ടത്. പിന്നെ ഒരു ഇലേനെ പറ്റി അതൊരു ചെറിയ ഉപ്പ് രസമുള്ള ഇലയാവുള്ളൂ. അതിനെ പറ്റി ഇലകളുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ കണ്ടൽക്കാടുകൾ ഇതിൻ്റെ മേലെ താഴോട്ട് കയറുന്നുണ്ട്. നല്ല ബലമാണ്. ഈ വെള്ളത്തിൻ്റെ ശക്തി കൂടുതലുള്ള സമയത്ത് വെള്ളത്തിൻ്റെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രോങ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടൽക്കാടുകളെ വളർത്തിയിരിക്കുന്നത്. പിന്നെ തോണിയിൽ പോയി അതിനുശേഷം നേരെ തിരിച്ചു വന്നിട്ട് തോണിയിൽ തുഴഞ്ഞ് പിന്നെ ബിരിയാണി അവരോട് പറഞ്ഞ സമയത്ത് അവരെ നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ബിരിയാണി കഴിച്ച് കുറച്ച് സമയം പിന്നെ അവർ വണ്ടി ഏർപ്പാടാക്കി തന്നു. കോഴിക്കോട് പോയതാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ അടിപൊളി വെച്ചാൽ ഒരു ഫാമിലിക്ക് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാതരം ഫുഡുണ്ട്. ഫുഡിൽ കരിമീനുണ്ട്, ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് കഴിക്കാം. അതിന് പക്ഷേ സെപ്പറേറ്റ് പൈസയാണ്. ഫുഡ് മാത്രമാണ്. ഫുഡും ബോട്ടും ആണെങ്കിൽ 1100 രൂപ ഒരാൾക്ക് വരും. മറ്റേ ഫുഡ് ഇല്ലെങ്കിൽ ഒരാൾക്ക് 2000 മാത്രം. ഒരാൾക്കല്ല, നമ്മളെല്ലാവർക്കും കൂടി 2000. നമ്മൾ രണ്ടാമത്തെ പാക്കേജാണ് എടുത്തത് 2000-ൻ്റെ ഫുഡ്. പിന്നെ നമുക്ക് പിന്നെയും എടുക്കാമല്ലോ.
കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ പാക്കേജെല്ലാം എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കല്ല ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചിങ്ങ് വന്നു. എല്ലാവർക്കും പോയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ലേഡീസ് മാത്രം പോയത്. നല്ല സ്ഥലമായിരുന്നു. പിന്നെ ആട്ടോ എല്ലാം നല്ല ഒരു വൈബ് സ്ഥലമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.